ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിറ്റീസ് വേൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനൊരു MNCയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കൊളീഗായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യൻ. അപ്പോൾ പുള്ളി ഒരു 2-3 വർഷം മുമ്പാണ്. അപ്പോൾ പുള്ളി ഒരു ലവ് മാരേജ് ചെയ്ത ആളാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവർക്കൊരു കുട്ടി ഉണ്ടായി. ആദ്യത്തെ ഒരു കുട്ടി പെൺകുട്ടിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ദിവസം പുള്ളി ലീവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ വൈഫ് ആദ്യം പുള്ളി പറയാൻ മടിച്ചു. പിന്നെ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു വൈഫ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അന്ന് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ കുറച്ച് 3-4 ദിവസത്തെ ലീവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ കുറേ മടിച്ചാണ് പറഞ്ഞു. ഞാൻ കുറേ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ രണ്ടാമതും ക്യാരിങ് ആണ്. അപ്പം വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര നിർബന്ധം ഈ പ്രഗ്നൻസി പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ ഇത് ആണാണോ പെണ്ണാണോ എന്ന് കൺഫേം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്തിനാ? അപ്പോൾ പുള്ളി പറഞ്ഞു പെൺകുഞ്ഞാണെങ്കിൽ വീണ്ടും ഒരു പെൺകുഞ്ഞ് ആർക്കും താല്പര്യമില്ല. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യും? പുള്ളി പറഞ്ഞു പെൺകുഞ്ഞാണെങ്കിൽ ഞങ്ങൾ അത് അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഞാൻ ഷോക്ക്ഡായിപ്പോയി. കാര്യം ഒരു അധികം വർഷമായിട്ടില്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിരിക്കുന്നതാണ്. ഒരു പെൺകുഞ്ഞാണെങ്കിൽ ആ പെൺകുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാനായിട്ടാണ് അവരുടെ തീരുമാനം. അപ്പോൾ അത് വൈഫും എഗ്രീഡാണ്, അതിന് എല്ലാവരും എഗ്രീഡാണ്. ഇപ്പോൾ പല നല്ല ഹോസ്പിറ്റലിൽ പോയപ്പം നമുക്കിവിടെ സ്കാനിങ്ങിൽ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോന്നും ഇപ്പോൾ ആരും പറയില്ലല്ലോ. അതുകൊണ്ട് അവർ ഏതൊരു ക്ലിനിക്കിലൊക്കെ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം പുള്ളി മലയാളിയല്ല, ബട്ട് നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റേറ്റിലെ ഒരാളാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഷോക്ക്ഡായി. എന്നിട്ട് അവരൊരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തു. കുഞ്ഞ് ഭാഗ്യത്തിന് അതൊരു ആൺകുഞ്ഞായിരുന്നു. അതുകൊണ്ട് മാത്രം അവർ പ്രഗ്നൻസി പ്രൊസീഡ് ചെയ്തു. ഇല്ലെങ്കിൽ അതൊരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഹസ്ബൻഡും വൈഫും അവരുടെ പാരൻസൊക്കെ ഭയങ്കര കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെൺകുഞ്ഞാണെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട്. സോ ഇങ്ങനൊരു ലോകം, ഇങ്ങനൊരു കൈൻഡ് ഓഫ് ആൾക്കാർ നമ്മുടെ ചുറ്റും ഇന്നുമുണ്ട് എന്നുള്ളത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം കുറച്ചും കൂടെ ഫോർവേഡാണ്. ബട്ട് എന്നാൽ പോലും ഒരു പെണ്ണ് ക്യാരിങ് ആകുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ക്യാരിങ് ആകുമ്പോൾ തന്നെ എല്ലാവരും തുടങ്ങും അയ്യോ പെൺകുഞ്ഞാവല്ലേ, ആൺകുഞ്ഞായാൽ മതിയായിരുന്നു, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തുന്നവർ. അത് കഴിഞ്ഞ് പിന്നെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് വയറിങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് നിറം കുറഞ്ഞു, അതൊക്കെ വെച്ച് നോക്കി ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞ് അത് വെച്ചിട്ട് അവരെ കെയർ ചെയ്യാതിരിക്കുക, അവരെ വിഷമിപ്പിക്കാൻ ശ്രമിക്കുക, അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അത് കഴിഞ്ഞ് ജനിച്ച് ഇത്രയും വലിയ വേദനയ്ക്ക് ഒരു 9 മാസത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച്, അത് കഴിഞ്ഞ് പ്രഗ്നൻസിയുടെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ അയ്യോ പെണ്ണാണെന്ന് പറഞ്ഞാൽ ആ പ്രസവിച്ച അമ്മയും കുഞ്ഞിനും തിരിഞ്ഞു നോക്കാൻ കൂടി മടിക്കുന്ന ആൾക്കാരും ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അതൊക്കെ എൻ്റെ വേറെ മൈനോറിറ്റി അല്ല, മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ പെൺകുഞ്ഞുങ്ങളെ ഇങ്ങനെ വെറുക്കാൻ കാര്യം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 പെൺമക്കളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്ത് കുട്ടികളാണ്, 2 പെൺകുഞ്ഞുങ്ങളാണ്, 2 പെൺകുട്ടികളാണല്ലോ, ഇഷ്യോ ആ ഒരു ഭാവം വളരെ ചെറുപ്പത്തിൽ ഒരുപാട് പേര് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവും. അത് വലിയൊരു നമ്മൾ ഭയങ്കര ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണത്. ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെൺകുഞ്ഞുങ്ങൾ വല്ലാത്തൊരു മോശമായിട്ട് വേണ്ടാത്ത ഒരു സംഭവമായിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് തോന്നിയെന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി പെൺകുഞ്ഞുണ്ടായവർ പറയും അത് നമ്മുടെ പരമ്പര അതോടെ നഷ്ടപ്പെട്ടു, ഇനി വേറൊരാളുടെ പരമ്പരയാണ് മുന്നോട്ട് പോകുന്നത്. പെൺകുഞ്ഞുങ്ങളുണ്ടായാൽ പരമ്പര നഷ്ടപ്പെട്ടു, തറവാട് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അത് മെയിൻലി കല്യാണമാണ്, വലിയൊരു കല്യാണം, അതിനൊരുപാട് സ്വർണം, അതിനുശേഷം എന്താ പറയുക ആ പെൺകുട്ടി അവർക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ കല്യാണം, അങ്ങനെ ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം പെൺകുട്ടികൾക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരിക്കലും രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ നോക്കിയുണ്ടാക്കിയാലും അവർ കല്യാണം കഴിഞ്ഞാൽ അവരുടെ വഴിക്ക് പോകും. പിന്നെയും കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആൺകുട്ടികളാണ് എന്നുള്ളൊരു ചിന്തയായിരിക്കും വേറൊരു കാര്യം.
പിന്നെ ഫോർത്ത് കൊണ്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ആൺകുട്ടികളെ വളർത്തുന്ന പോലെ ലേക്കാളും കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിരിക്കണം പെൺകുട്ടികളെ വളർത്തുന്നത്. കാര്യം എന്തെങ്കിലും അവർക്കൊരു പിഴവ് സംഭവിച്ചാൽ ആൺകുട്ടികൾക്ക് അതേ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ പറയും ആണുങ്ങളാകുമ്പോൾ ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കഴുകി കളയെന്നൊക്കെ എളുപ്പത്തിൽ പറയും. പക്ഷെ പെൺകുട്ടികൾക്കൊരു തെറ്റ് പറ്റിയാൽ അവളുടെ ജീവിത അവസാനം വരെ അവളും അവളുടെ കുടുംബവും മുഴുവൻ അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇടുന്ന എഫേർട്ടും കുറച്ച് കൂടുതലായിരിക്കും. കല്യാണം കഴിഞ്ഞുകൊണ്ട് മാത്രം അല്ലെങ്കിൽ പഠിപ്പിച്ചതുകൊണ്ട് മാത്രം ജോലി ആക്കിയതുകൊണ്ടോ കല്യാണം കഴിച്ചുകൊണ്ടോ പോരാ, അവരുടെ മക്കളെ നോക്കണം. അത് മോസ്റ്റ്ലി നോക്കിക്കോളും. നിങ്ങൾ നോക്കിക്കോളും. ഇപ്പം വയസ്സായി കഴിഞ്ഞ് എത്ര വയസ്സായാലും പെൺമക്കളുടെ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തത്തിൽ ഒരു അമ്മമാരും ഒഴിഞ്ഞു നിൽക്കില്ല. പക്ഷേ ആൺമക്കളുടെ അമ്മമാർക്ക് പറയാം എനിക്ക് വയ്യ വയസ്സായി നോക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ അങ്ങനെ പെൺമക്കളുടെ അവർക്ക് ഒരിക്കലും പെൺമക്കളുടെ അമ്മമാർക്ക് പറയാൻ പറ്റില്ല. ലൈഫ് ലോങ് അവരെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് പെൺമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ. പിന്നെ ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളോടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട്, അവരെ പ്രത്യേകിച്ചും കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വിടാതെ ഉപദ്രവിക്കുന്ന ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ ശിക്ഷിക്കാൻ നമ്മുടെ ലോ അത്രയും സ്ട്രോങ് അല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു വേറൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കാം എൻ്റെ ഒരു തോട്ടിൽ എനിക്ക് തോന്നുന്ന പെൺകുട്ടികളെ വേണ്ട എന്ന് വയ്ക്കാൻ ആൾക്കാർക്ക് തോന്നുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതെല്ലാം ഈ ജനിക്കുന്ന കൊച്ചു കുട്ടികളുടെ പ്രശ്നമല്ല, എൻ്റെയും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സൊസൈറ്റിയുടെ തോട്ട് പ്രോസസ്സിൻ്റെ കുഴപ്പമാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ലോ സ്ട്രോങ് അല്ലാത്തതിൻ്റെ വേറൊരു പ്രോബ്ലം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളെ ക്രൂശിക്കുന്ന എത്ര വലിയ തെറ്റാ അല്ലേ? ഇപ്പം ഇതിന് ഒരു ചെറിയൊരു ചേഞ്ച് ഇപ്പോൾ പഴയൊരു ജനറേഷനോട് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഉൾപ്പെടുന്ന ഒരു ജനറേഷൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ലൈക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ഈക്വലി ട്രീറ്റ് ചെയ്യുക. അവർക്ക് നൽകുന്ന വിദ്യാഭ്യാസം തുല്യമായിരിക്കണം. ആൺകുട്ടിക്ക് വേറെ വിദ്യാഭ്യാസം, പെൺകുട്ടിക്ക് വേറെ തരത്തിലാവരുത്. ഈക്വലി അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. വീട്ടിലെ പണികൾ രണ്ടുപേർക്ക് ഈക്വലി ഷെയർ ചെയ്ത് കൊടുക്കുക. വീടിൻ്റെ പുറത്തുള്ള ജോലികളാവട്ടെ, കടയിൽ പോകുന്ന കാര്യമാവട്ടെ, അവിടെയും ആൺകുട്ടികൾ പുറത്ത് വിട്ട് പെൺകുട്ടികൾ അകത്ത് നിർത്തരുത്. എല്ലാ കാര്യങ്ങളും ഡ്രൈവിംഗ് പഠിക്കുക, എന്ത് കാര്യങ്ങളാവട്ടെ രണ്ടുപേർക്ക് ഈക്വലി എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും സ്വത്തുണ്ട്, നമ്മുടെ പ്രോപ്പർട്ടീസ്, അതും രണ്ടുപേർക്ക് ഈക്വൽ. അതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യം ഇനിയുള്ള കാലത്ത് അതൊക്കെ നടക്കുമെന്ന് അറിയില്ല. എന്നാൽ പോലും പാരൻസിൻ്റെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ അതും രണ്ടുപേർക്ക് ഈക്വലി. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ വഴിക്ക് പോകുന്ന അങ്ങനെ ആയിരിക്കരുത്. അത് പെൺകുട്ടികളും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കണം. അതുപോലെ കല്യാണം ആയിരിക്കരുത് ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഒരു ഫൈനൽ ടാർഗറ്റ്. കല്യാണത്തിന് മുന്നേ സ്വന്തമായിട്ടൊരു ജോലി, നല്ല വിദ്യാഭ്യാസം, സ്വന്തമായിട്ട് ജോലി, സ്വന്തം കാലിൽ നിന്നതിന് ശേഷം വിവാഹം കഴിക്കുന്ന പെൺകുട്ടികളും ഉറച്ച തീരുമാനം എടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും നമ്മൾ പെൺകുട്ടികളെ മാറ്റി നിർത്തരുത്, അവരുടെ കൂടെ എപ്പോഴും നിൽക്കുക. പിന്നെ ലോ സ്ട്രോങ് ആവാന്നുള്ളത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. പക്ഷേ അങ്ങനത്തെ ഒരു ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും ശരിക്കും പൊന്മക്കൾ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എത്ര ഒരുപാട് പ്രാർത്ഥിച്ചും ഹോസ്പിറ്റലിൽ പോയും ഒരുപാട് വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ 2 മിസ്കാരേജ് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ മോളെ കിട്ടുന്നത്. അപ്പോൾ എന്നിട്ട് കിട്ടിയ മോളായിട്ട് പോലും പലരും പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടിയാണോ എന്നൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് പുച്ഛിക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം ആ ഒരു കുഞ്ഞിനെ കിട്ടാതെ വരുമ്പോഴുള്ള സങ്കടം, ഒരു കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു അമ്മയുടെ സന്തോഷം എന്താണെന്ന് അതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാർ മാത്രമേ അങ്ങനെയൊക്കെ പറയൂ. സോ ഒരിക്കലും നമ്മുടെ പെൺമക്കളെ നമ്മൾ തള്ളിക്കളയരുത്, പെൺമക്കൾ മോശമായിട്ട് കാണരുത്. അവർ നമ്മുടെ പൊന്മക്കളാണ്, എപ്പോഴും അവരെ ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.